ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 160/2023 ആ കാറ്റഗറിയിൽ നടന്ന ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, LD പരീക്ഷയ്ക്കും ചോദിക്കാം, അങ്ങനെ ഇന്ന പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാവുന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ പോകുന്നു. 1685 കേരളത്തിലെ ജൂതന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പഠനം നടത്താൻ ആംസ്റ്റർഡാമിൽ നിന്നും ഒരു കൂട്ടം ജൂത പ്രതിനിധികൾ കേരളത്തിലെത്തി. അവർ അവരുടെ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അത് കേരളത്തിലെ ജൂതന്മാരെക്കുറിച്ചുള്ള സാധുവായ ഉറവിടമായി കണക്കാക്കപ്പെടുന്നു. എത്തിയ സംഘത്തിന്റെ തലവനായിരുന്നു ആര്? ഓപ്ഷൻ എ പെരേര ഡി പൈവ ആൻഡ് മോസസ്. കേട്ടോ, പെരേര ഡി പൈവ മോസസ്. കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, കുരുമുളക് ഒഴികെ മറ്റ് എല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും മലബാറിലെ ജോയിന്റ് കമ്മീഷണർമാർ സൗജന്യമായി പ്രഖ്യാപിച്ചു. ആരായിരുന്നു കമ്മീഷണർമാർ? ഓപ്ഷൻ എ ജോനാഥൻ ഡങ്കനും അതേപോലെ തന്നെ ചാൾസ് ബോർഡനുമാണ്. കേട്ടോ, ഓപ്ഷൻ എ ആണ് ശരി. 1ഉം 2ഉമാണ് ശരി. കേട്ടോ, 1ഉം 2ഉമാണ് ജോനാഥൻ ഡങ്കൻ ആൻഡ് ചാൾസ് ബോർഡൻ. കേട്ടോ, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നീതി നടപ്പാക്കുന്നതിനുള്ള ഇൻസുവാഫ് കച്ചേരികൾ എന്നാണ് കേട്ടോ സ്ഥാപിക്കപ്പെട്ടു. തിരുവിതാംകൂറിൻ്റെ ജുഡീഷ്യറി ചരിത്രത്തിൽ ഇത്രയും സുപ്രധാനമായ ഒരു സംഭവ വികാസത്തിന് ഉത്തരവാദി ആരാണ് എന്ന് ചോദിച്ചാൽ ഉമ്മിണിത്തമ്പിയാണ്. കേട്ടോ, ഉമ്മിണിത്തമ്പി. കേട്ടോ, ഓപ്ഷൻ ബി ഉമ്മിണിത്തമ്പിയാണ്. ഇൻസുവാഫ് കോടതികൾ സ്ഥാപിച്ചത് ആരാണ്? ഉമ്മിണിത്തമ്പിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നാലാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് കുങ്കുമവും കമണ്ഡലവും? ദീർഘ ചതുരാകൃതിയിലുള്ള ജലപാത്രമാണ് കമണ്ഡലം. കേട്ടോ, ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്. നാലാമത്തത് ചട്ടമ്പി സ്വാമികളാണ്. കേട്ടോ, കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് കുങ്കുമവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്? ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികളാണ്. അഞ്ചാമത്തെ ചോദ്യം, മിഷൻ ഇൻ്റഗ്രേറ്റഡ് ബയോ റിഫൈനറികളുടെ ഇന്നൊവേഷൻ റോഡ് മാപ്പ് ആരംഭിച്ച രാജ്യം ഇന്ത്യയാണ്. മിഷൻ ഇൻ്റഗ്രേറ്റഡ് ബയോ റിഫൈനറികളുടെ ഇന്നൊവേഷൻ റോഡ് മാപ്പ് ആരംഭിച്ച രാജ്യമാണ് ഇന്ത്യയാണ്. മഹാശക്തികൾ തമ്മിലുള്ള പ്രതിരോധ ബന്ധം അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. 1 മാത്രമാണ് ശരി. ഒരു ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാനും യുദ്ധം ആരംഭിക്കാൻ ആർക്കും കഴിയാത്തത്ര നാശം വരുത്താനും ഇരുപക്ഷത്തിനും ശേഷിയുണ്ട്. അതാണ് മഹാശക്തികൾ തമ്മിലുള്ള പ്രതിരോധ ബന്ധം അർത്ഥമാക്കുന്നത്. കേട്ടോ, ഓപ്ഷൻ സി 1 മാത്രമാണ് ശരി.